ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. വളരെ പെട്ടെന്ന് അത്രയും സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിനാവശ്യമായിട്ട് വരുന്ന സാധനം എന്ന് പറയുമ്പോൾ ഒരു കുക്കറിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 3 മീഡിയം സബോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിതൊരു ചെറിയൊരു ഗോൾഡൻ കളറ് ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇറച്ചി കണ്ടില്ലേ, ആ സബോള ഇത്രയും ആയാൽ മതി. ഈ ഗോൾഡൻ കളറിലാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, സാജീരകം, പെരുംജീരകം, കുരുമുളക്, അതുപോലെ തന്നെ കരയാമ്പൂവ്, ഏലക്കായ, അത് ഒരു 4-3 എണ്ണം വെച്ചിട്ടാണ് ഇട്ടേക്കണത്. വളരെ കുറച്ച് മാത്രം സ്പൈസസ് മതിയാവും. കാരണം ഇത് ബിരിയാണി ഒന്നുമല്ല, നമ്മളെല്ലാ മസാലകളും കൂടി ചേർന്ന് ഉണ്ടാക്കണ കാരണം കൊണ്ട് അത്രയും ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് ചേർക്കണത് കണ്ടില്ലേ, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ലോണം ഒന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളൊരു 5 പച്ചമുളക് നടുക കീറിയത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ എരിവിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതും ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇറച്ചിയിലേക്കും ചോറിലേക്കുമുള്ള ഉപ്പ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കൊരു വലിയൊരു തക്കാളീനെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ചിക്കൻ പീസിനെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കണത്. അത് മതിയാവും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ വിസിൽ കൊടുക്കണില്ല. ഒരു ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിനെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്, ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അരിനെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ 3 ഗ്ലാസ് അരിയാണ് ഇട്ടേക്കണത്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഇതിൽ 3 ഗ്ലാസ് അരിയാണ് ഇത് കൊള്ളണത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇറച്ചീനെയും അരിനെയും മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുത്തേക്കണത്. അതും കൂടി നമ്മൾ ഒഴിച്ചിട്ടാണ് നമ്മൾ വിസിൽ അടിക്കാനായിട്ട് വെക്കണത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. ഒരു വിസിലടിച്ചാൽ മതി. നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, ഒരു വിസിലടിച്ചു. അപ്പോൾ നമ്മുടെ വിസിൽ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിസിൽ കളഞ്ഞു. അപ്പോൾ നോക്കിയേ, നമ്മുടെ ചോറ് ഇവിടെ നല്ല പാകമായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഒറ്റ വിസിലിലെ ചോറും ഇറച്ചിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അപ്പം തന്നെ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി വലിഞ്ഞു കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നോക്കിയേ, നല്ല സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല കളർഫുള്ളാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കളറോ എസൻസോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ.